വെൽക്കം ടു വിദ്യാനദി. എൻ്റെ ഒരു അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSCയുടെ 10th ലെവൽ കോമൺ പ്രിലിമിനറിയിൽ 8/2/2025 നടന്ന ക്വസ്റ്റ്യനിലെ 71 തൊട്ട് 80 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഈ നോക്കാനുള്ളത്. 2 ദിവസം ഗ്യാപ്പ് വന്നല്ലേ. എനിക്ക് പനിയായിരുന്നു കേട്ടോ, തൊണ്ട ഇപ്പോഴും ശരിയായിട്ടില്ല. അപ്പോൾ ജലദോഷവും പനി ഉത്സവവും അങ്ങനെയൊക്കെ കുറേ കൊച്ചിനും ജലദോഷമൊക്കെ ആയതുകൊണ്ടായിരുന്നു 2 ദിവസം വീഡിയോ ഇടാത്ത. ഒരു ദിവസത്തെയും കൂടി ചിലപ്പോൾ ഗ്യാപ്പ് വരാൻ ചാൻസ് ഉണ്ട്. ഒന്നുകൂടെ പ്രിപ്പയർ ചെയ്യാണ്ട് മാത്സ് ആണ് ഇനി ഇടാനുള്ള മിച്ചം ക്വസ്റ്റ്യൻസ്. ഇതോടുകൂടി GK പോർഷൻസും കറണ്ട് അഫയേഴ്സും ഒക്കെ ഉള്ളതായിട്ട് തീരുവാണ്. അപ്പോൾ ഇനിയുള്ള 10-20 മാത്സ് ആണ്. അതുകൊണ്ട് അത് നാളെ കഴിഞ്ഞായിരിക്കും ഇടുന്നത്. അപ്പം നാളെ ചിലപ്പം കുറച്ച് കറണ്ട് അഫയേഴ്സ് ഇടണമെന്ന് ഓർത്തായിരിക്കുന്നത്, നോക്കുന്നുണ്ട്. ഫിനിഷായ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുന്നേ എൻ്റെ വീഡിയോസ് കാണുന്നവരുണ്ടെങ്കിൽ, ക്ലാസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പം 71ാമത്തെ ക്വസ്റ്റ്യൻ, ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഏത് തരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്? ഓപ്ഷൻ എ ഖരം, ബി ദ്രാവകം, സി വാതകം, ഡി ശൂന്യത. ആൻസർ ഓപ്ഷൻ എ ഖരം. ഖരം മാധ്യമത്തിലൂടെയാണ് ശബ്ദം കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കുന്നത്. ശബ്ദതരങ്ങൾക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമാണ്. ശൂന്യതയിലൂടെ ശബ്ദം സഞ്ചരിക്കാറില്ല. ശബ്ദത്തിന്റെ ഏറ്റവും വേഗത്തിൽ സഞ്ചരിക്കുന്ന മാധ്യമം ഖരം. ശബ്ദത്തിന്റെ വേഗത ഏറ്റവും കുറഞ്ഞു സഞ്ചരിക്കുന്ന മാധ്യമം വാതകം. ശബ്ദം വിവിധ വസ്തുക്കളിൽ തട്ടി ആവർത്തിച്ചുണ്ടാകുന്ന പ്രതിഫലനം അനുസരണം. ശബ്ദത്തിന്റെ തീവ്രത അളക്കുന്ന യൂണിറ്റ് ഡെസിബൽ. ശബ്ദം ഒരു അനുദൈർഘ്യ തരംഗമാണ്. ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവർത്തി ശബ്ദം ഒരു സെക്കൻഡിൽ വസ്തുവിനുണ്ടാകുന്ന കമ്പനങ്ങളുടെ എണ്ണം ആവർത്തിക്കുന്നത് ശബ്ദം. ശബ്ദത്തിന്റെ യൂണിറ്റ് ഹാർട്സ്. വായുവിലെ ശബ്ദത്തിന്റെ വേഗത 340 മീറ്റർ പെർ സെക്കൻഡ്. സ്റ്റീലിലൂടെയുള്ള വേഗത 5960 മീറ്റർ പെർ സെക്കൻഡ്. മനുഷ്യന്റെ ശ്രവണ പരിധി 20 ഹെർട്സ് ടു 20,000 ഹെർട്സ്. അടുത്ത ക്വസ്റ്റ്യൻ 72ാമത്തെ. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ചുവടെ നൽകിയിരിക്കുന്നവയിൽ നിന്ന് കണ്ടെത്തുക. എ പവർ, ബി ഊർജം, സി ബലം, ഡി മർദ്ദം. ആൻസർ ഓപ്ഷൻ ബി ഊർജം. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ഊർജത്തിൻ്റെയാണ്. പ്രവൃത്തിയുടെ അതേ യൂണിറ്റ് ഉപയോഗിക്കുന്ന അളവ് ഊർജത്തിന്റെ. യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തികളുടെ നിരക്കാണ് പവർ. യൂണിറ്റ് സമയത്തിൽ ചെയ്യുന്ന പ്രവൃത്തിയുടെ നിരക്കാണ് പവർ. പവർ കണ്ടുപിടിക്കുന്നതിന്റെ ഇക്വേഷനാണ് പ്രവൃത്തി ബൈ സമയം. പവറിന്റെ യൂണിറ്റ് വാട്ട്. 1 കിലോ വാട്ട് എത്ര വാട്ടാണ്? 1000 വാട്ടാണ് 1 കിലോ വാട്ട്. ഒരു കുതിര ശക്തി എത്ര വാട്ടിന് തുല്യമാണ്? 746 വോൾട്ട്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. 2 തരം യാന്ത്രികോർജങ്ങളുണ്ട്. 1 സ്ഥിതികോർജം, 2 ഗതികോർജം. സ്ഥിതികോർജം എന്ന് പറഞ്ഞാൽ ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഒരു വസ്തുവിൽ സ്ഥാനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജമാണ് സ്ഥിതികോർജം. ഗതികോർജം ഒരു വസ്തുവിനെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം. ഒരു വസ്തുവിനെ ചലനം കൊണ്ട് ലഭ്യമാകുന്ന ഊർജം. ഊർജത്തിന്റെ യൂണിറ്റ് ജൂള്. 1 ജൂൾ പെർ സെക്കൻഡ് എന്ന് പറയുന്നത് 1 വാട്ടാണ്. 1 മെഗാ വാട്ട് എന്ന് പറയുന്നത് 10/6 വാട്ടാണ്. ഊർജത്തിന്റെ CGS യൂണിറ്റ് എർഗ്. ഊർജം എന്ന വാക്ക് ആദ്യമായി ഉപയോഗിച്ചത് തോമസ് യങ്. ശൂന്യതയിൽ സഞ്ചരിക്കാൻ കഴിയാത്ത ഊർജ രൂപം ശബ്ദോർജം. അടുത്ത ക്വസ്റ്റ്യൻ 73ാമത്തെ. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ ഏത് ഫലമാണ് പ്രയോജനപ്പെടുത്തിയിരിക്കുന്നത്? എ താപഫലം, ബി രാസഫലം, സി കാന്തിക ഫലം, ഡി പ്രകാശഫലം. ആൻസർ ഓപ്ഷൻ ബി രാസഫലം. ഒരു സ്റ്റോറേജ് ബാറ്ററി ചാർജ് ചെയ്യുന്ന അവസരത്തിൽ വൈദ്യുതിയുടെ രാസഫലമാണ് പ്രയോജനപ്പെടുത്തുന്നത്.
വൈദ്യുത പ്രവാഹത്തിന്റെ 4 ഫലങ്ങൾ: ചൂടാക്കൽ, കാന്തിക, രാസമെക്കാനിക്കൽ ഫലങ്ങൾ. വൈദ്യുത പ്രവാഹത്തിന്റെ 4 ഫലങ്ങൾ: ചൂടാക്കൽ, കാന്തിക, രാസ മെക്കാനിക്കൽ ഫലങ്ങൾ. മിക്സിയുടെ പ്രവർത്തനത്തിൽ മെക്കാനിക്കൽ ഫലം ഉപയോഗിക്കുന്നു. സുരക്ഷാ ഫ്യൂസ് പ്രവർത്തിക്കുന്നത് വൈദ്യുത പ്രവാഹത്തിന്റെ താപഫലം ഉപയോഗപ്പെടുത്തിയാണ്. വൈദ്യുതി കടന്നു പോകുമ്പോൾ രാസമാറ്റത്തിന് വിധേയമാകുന്ന പദാർത്ഥങ്ങളാണ് ഇലക്ട്രോലൈറ്റുകൾ. ഒരു പദാർത്ഥത്തിന് അതിലൂടെ വൈദ്യുതി കടത്തിവിടാനുള്ള കഴിവാണ് വൈദ്യുത ചാലകത. മൊബൈൽ ഫോൺ, ലാപ്ടോപ്പുകൾ എന്നിവയിൽ ഉപയോഗിക്കുന്ന സെല്ലാണ് ലിഥിയം അയോൺ സെൽ. റീചാർജ് ചെയ്യുന്ന ടോർച്ച്, ക്യാമറകൾ എന്നിവയിൽ ഉപയോഗിക്കുന്നതാണ് നിക്കൽ കാഡ്മിയം സെൽ. മോട്ടോർ പ്രവർത്തിക്കുന്നത് കാന്തിക ഫലമാണ് ഉപയോഗിക്കുന്നത്. 74ാമത്തെ ക്വസ്റ്റ്യൻ: ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം എത്രയായിരിക്കും? ഓപ്ഷൻ എ 9.8 m/s², ബി 8.9 m/s², സി 1.62 m/s², ഡി 3.26 m/s². ആൻസർ ഓപ്ഷൻ സി 1.62 m/s². ചന്ദ്രനിലെ ഗുരുത്വാകർഷണ ത്വരണം 1.62 m/s² ആണ്. പിണ്ഡമുള്ള വസ്തുക്കൾ പരസ്പരം ആകർഷിക്കുന്ന പ്രകൃതി പ്രതിഭാസമാണ് ഗുരുത്വാകർഷണം. പിണ്ഡമുള്ള വസ്തുക്കൾ പരസ്പരം ആകർഷിക്കുന്ന പ്രകൃതി പ്രതിഭാസമാണ് ഗുരുത്വാകർഷണം. ഗുരുത്വാകർഷണ ബലത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് വസ്തുവിന്റെ മാസ്, വസ്തുവുമായുള്ള അകലം. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ദൂരം പകുതിയാക്കാൻ ഗുരുത്വാകർഷണ ബലം 4 മടങ്ങാവും. രണ്ട് വസ്തുക്കളിൽ ഒന്നിന്റെ മാസ് ഇരട്ടിച്ചാൽ അവ തമ്മിലുള്ള ആകർഷണം ബലം 2 മടങ്ങുമാകും. ഏറ്റവും ശക്തി കുറഞ്ഞ ബലമാണ് ഗുരുത്വാകർഷണ ബലം. ഭുകേന്ദ്രത്തിൽ ഗുരുത്വാകർഷണ ബലം 0. ഗുരുത്വാകർഷണ ബലം ധ്രുവങ്ങളിൽ കൂടുതലായിരിക്കും. ഭൂമധ്യരേഖയിൽ കുറവ് 9.78 m/s². ചന്ദ്രനിൽ ജിയുടെ മൂല്യം 1.62 m/s². ഇത് ഭൂമിയുടെ ജിയുടെ മൂല്യത്തിന്റെ ഏകദേശം 1.6 ഭാഗമാണ്. ഭൂമിയിൽ 60 കിലോ ഭാരമുള്ള ആളുടെ ചന്ദ്രനിലെ ഭാരം 10 കിലോയാണ്. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചതാര്? ഓപ്ഷൻ എ ജെ തോംസൺ, ഓപ്ഷൻ ബി ജെയിംസ് ചാഡ്വിക്, ഓപ്ഷൻ സി റൂദർഫോർഡ്, ഓപ്ഷൻ ഡി ഗോൾഡ് സ്റ്റൈൻ. ആൻസർ ഓപ്ഷൻ എ ജെ തോംസൺ. ആറ്റത്തിന്റെ പ്ലം പുഡിംഗ് മാതൃക അവതരിപ്പിച്ചത് ജെ തോംസൺ. ഒരു പദാർത്ഥത്തിന്റെ ഏറ്റവും ചെറിയ കണിക ആറ്റം. ഒരു പദാർത്ഥത്തിന്റെ ഭൗതികപരമായ ഏറ്റവും ചെറിയ കണികയാണ് തന്മാത്ര. പ്രോട്ടോൺ കണ്ടുപിടിച്ചത് ഏണസ്റ്റ് റൂദർഫോർഡ്. പ്രോട്ടോണിന്റെ ചാർജ് പോസിറ്റീവ്. ഇലക്ട്രോൺ കണ്ടുപിടിച്ചത് ജെ തോംസൺ. ചാർജ് നെഗറ്റീവ്. ന്യൂട്രോൺ കണ്ടുപിടിച്ചത് ജെയിംസ് ചാഡ്വിക്. അതിന്റെ ചാർജ് ഇല്ല. ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ഏണസ്റ്റ് റൂദർഫോർഡ്. ബോർ ആറ്റം മാതൃക നിർദ്ദേശിച്ചത് നീൽസ് ബോർ. ബോർ മാതൃക അനുസരിച്ച് ഒരു നിശ്ചിത ഷെല്ലിൽ പ്രദക്ഷിണം ചെയ്യുന്നിടത്തോളം കാലം ഇലക്ട്രോണുകളുടെ ഊർജം കുറയുകയോ കൂടുകയോ ഇല്ല. ബോർ മാതൃക പ്രകാരം ഷെല്ലുകൾക്ക് 1, 2, 3, 4, 5 എന്നോ നമ്പർ നൽകിയോ KLMNO എന്നിങ്ങനെ പേര് നൽകിയോ സൂചിപ്പിക്കാവുന്നതാണ്. ഒരാറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ് ആറ്റോമിക് നമ്പർ. ഒരാറ്റത്തിലെ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ ആകെ എണ്ണമാണ് മാസ് നമ്പർ. ന്യൂട്രോണിന്റെ മാസ് ഒരു ഹൈഡ്രജൻ ആറ്റത്തിന്റെ മാസിന് തുല്യമാണ്. എഴുപത്താറാമത്തെ ക്വസ്റ്റ്യൻ: ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം ഏത്? എ വൈദ്യുതോർജ്ജം ശബ്ദോർജ്ജമായി മാറുന്നു, ബി വൈദ്യുതോർജ്ജം യാന്ത്രികോർജ്ജമായി മാറുന്നു, സി ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നു, ഡി വൈദ്യുതോർജ്ജം താപോർജ്ജമായി മാറുന്നു. ആൻസർ ഓപ്ഷൻ സി ശബ്ദോർജ്ജം വൈദ്യുതോർജ്ജമായി മാറുന്നതാണ് ചലിക്കും ചുരുൾ മൈക്രോഫോണിൽ നടക്കുന്ന ഊർജ്ജമാറ്റം. ബൾബ് പ്രകാശിക്കുന്നത്
ബൾബ് പ്രകാശിക്കുന്നത് വൈദ്യുതോർജം പ്രകാശം പ്ലസ് താപമായിട്ട് മാറുന്നു. മോട്ടോർ പ്രവർത്തനം വൈദ്യുതോർജം യാന്ത്രികോർജമായിട്ട് മാറുന്നു. ഇപ്പൊ പറഞ്ഞു, ബൾബ് പ്രകാശിക്കുന്നത് വൈദ്യുതോർജം പ്രകാശം പ്ലസ് താപമാണ്. മോട്ടോർ പ്രവർത്തനം വൈദ്യുതോർജം യാന്ത്രികോർജമാക്കുന്നു. തീപ്പെട്ടിക്കൊള്ളി കത്തിക്കുന്നു, രാസോർജം താപം പ്ലസ് പ്രകാശമാണ്. മിക്സി വൈദ്യുതോർജം യാന്ത്രികോർജമാകുന്നു. പ്രകാശ സംരക്ഷണം സൗരോർജം രാസോർജമാകുന്നു. ഡൈനാമോ യാന്ത്രികോർജം വൈദ്യുതോർജമാകുന്നു. ലൗഡ് സ്പീക്കർ വൈദ്യുതോർജം ശബ്ദോർജമാകുന്നു. മൈക്രോഫോൺ ശബ്ദോർജം വൈദ്യുതോർജമാകുന്നു. സോളാർ സെൽ പ്രകാശോർജം വൈദ്യുതോർജമാകുന്നു. ആവിയന്ത്രം താപോർജം യാന്ത്രികോർജമാകുന്നു. കത്തുന്ന മെഴുകുതിരി രാസോർജം പ്രകാശോർജം പ്ലസ് താപം. ഇലക്ട്രോണിക് ബൾബ് വൈദ്യുതോർജം ശബ്ദോർജമായിട്ട് മാറുന്നു. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ നിന്ന് സദിശ അളവ് കണ്ടെത്തുക. എ ദൂരം, ബി വേഗം, സി പ്രവേഗം, ഡി സമയം. ഇതിൽ സദിശ അളവ് ഏതാ? ഓപ്ഷൻ സി പ്രവേഗം. ഓപ്ഷൻ സി പ്രവേഗം. വ്യാപ്തിയും ദിശയും ഉള്ള ഭൗതിക അളവുകളെയാണ് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. വ്യാപ്തിയും ദിശയും ഉള്ള ഭൗതിക അളവുകളെയാണ് സദിശ അളവുകൾ അല്ലെങ്കിൽ വെക്ടർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. പ്രധാന ഉദാഹരണമാണ് അതിന് ബലം, പ്രവേഗം, സ്ഥാനാന്തരം, ത്വരണം, ആക്കം, ഭാരം എന്നിവ. ദിശയില്ലാത്ത കേവലം വ്യാപ്തി മാത്രം പറയുന്ന അളവുകളെ അദിശ അളവുകൾ എന്ന് വിളിക്കുന്നു. അദിശ അളവുകൾക്ക് ഉദാഹരണമാണ് ദൂരം, സമയം, വേഗത. യൂണിറ്റ് സമയം കൊണ്ട് സഞ്ചരിക്കുന്ന ദൂരമാണ് വേഗം. യൂണിറ്റ് സമയത്തിൽ ഉണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ആദ്യ സ്ഥാനത്ത് നിന്ന് അന്ത്യസ്ഥാനത്തേക്കുള്ള നേർരേഖാ ദൂരം സ്ഥാനാന്തരം. വാഹനങ്ങളുടെ വേഗം അളക്കുന്ന ഉപകരണം സ്പീഡോമീറ്റർ. ഒരു നോട്ടിക്കൽ മൈൽ 1.852 മീറ്റർ. ഭക്ഷ്യപദാർത്ഥങ്ങളിൽ മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ഏത്? ഓപ്ഷൻ എ ടാർട്രസിൻ, ബി ഇൻഡിഗോ കാർമൈൻ, സി എറിത്രോസിൻ, ഡി വാനിലിൻ. ആൻസർ ഓപ്ഷൻ എ ടാർട്രസിൻ. ഭക്ഷണ പദാർത്ഥങ്ങൾക്ക് മഞ്ഞ നിറം നൽകാൻ ഉപയോഗിക്കുന്ന രാസവസ്തുവാണ് ടാർട്രസിൻ. ഭക്ഷ്യവസ്തുക്കളിൽ സൂക്ഷ്മജീവികളുടെ പ്രവർത്തനം നടക്കുന്ന സന്ദർഭം, ഈർപ്പമുള്ള സാഹചര്യം, ഉചിതമായ താപനില. മത്സ്യം കേടുകൂടാതെ ഇരിക്കാൻ ഉപയോഗിക്കുന്ന രാസസംയുക്തമാണ് അമോണിയം ക്ലോറൈഡ്. ഭക്ഷണ സാധനങ്ങൾ ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന വസ്തുക്കളാണ് പ്രിസർവേറ്റീവുകൾ. പ്രിസർവേറ്റീവിന് ഉദാഹരണമാണ് ഉപ്പ് ലായനി, പഞ്ചസാര ലായനി, എണ്ണ, വിനാഗിരി ഇവയൊക്കെ. പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന രാസവസ്തുക്കളാണ് സോഡിയം ബെൻസോസൈറ്റും പൊട്ടാസ്യം സൾഫേറ്റും. ഇനി ഇതിൽ ആഡ് ചെയ്യാത്ത 1-2 പോയിന്റ്സ് കൂടി പറയാവേ. പാലിൽ ചേർത്തുള്ള വെള്ളം, കൊഴുപ്പ് ഇവയുടെ അളവ് കണ്ടുപിടിക്കാൻ സഹായിക്കുന്ന ഉപകരണമാണ് ലാക്ടോമീറ്റർ. കാർമോസൈൻ, എറിത്രോസിൻ, പോൺസി 4R എന്നീ രാസവസ്തുക്കൾ ഭക്ഷണത്തിൽ ചേർത്താൽ ലഭിക്കുന്ന നിറം ചുവപ്പ്. കാർമോസിനും എറിത്രോസിനും പോൺസി ARഉം തുടങ്ങിയ രാസവസ്തുക്കൾ ഭക്ഷണത്തിൽ ചേർത്താൽ ലഭിക്കുന്ന നിറം ചുവപ്പ്. ഇൻഡിഗോ സൈൻ, ബ്രില്യൻ ബ്ലൂ ചേർത്താൽ ലഭിക്കുന്ന നിറം നീല. ഇൻഡിഗോ മൈൻ, ബ്രില്യൻ ബ്ലൂ ചേർത്താൽ ലഭിക്കുന്ന നിറം നീല. ഫാസ്റ്റ് ഗ്രീൻ, പച്ച നിറം ലഭിക്കാൻ. ഭക്ഷ്യവസ്തുക്കൾ വെജിറ്റേറിയൻ ആണെന്നറിയാൻ രേഖപ്പെടുത്തുന്ന നിറമാണ് പച്ച. ഭക്ഷ്യവസ്തുക്കൾ നോൺ വെജിറ്റേറിയൻ ആണെന്ന് തിരിച്ചറിയാൻ അടയാളപ്പെടുത്തുന്ന നിറം ചുവപ്പ്. വെജിറ്റേറിയൻ ആണെന്ന് സൂചിപ്പിക്കാനുള്ളത് പച്ച, നോൺ വെജിറ്റേറിയൻ ആണെന്ന് സൂചിപ്പിക്കാനുള്ളത് ചുവപ്പ്. ഫാസ്റ്റ് ഗ്രീൻ പച്ച നിറം ലഭിക്കാൻ, ഇൻഡിഗോമൈനും ബ്രില്യൻ ബ്ലൂവും നീല നിറം കേൾക്കാൻ, കാർമോസൈനും എറിത്രോസിനും പോൺസി 4Rഉം ചുവപ്പ് നിറം ലഭിക്കാൻ. ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഏത് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ? ഓപ്ഷൻ എ അലുമിനിയം, ബി സിങ്ക്, സി ഇരുമ്പ്, ഡി കോപ്പർ. ആൻസർ ഓപ്ഷൻ ബി സിങ്ക്. ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക് ലോഹത്തിന്റെ അയിരാണ് കലാമിൻ. അലുമിനിയം ലോഹത്തിന്റെ അയിര് ഏതാണെന്നറിയാവോ?
ബോക്സൈറ്റും ക്രയോലൈറ്റും. യുറേനിയത്തിൻ്റെ പീച്ച് ബ്ലെൻഡും കാർണോറൈറ്റും. ടൈറ്റാനിയത്തിൻ്റെ ഇൽമനൈറ്റും റൂഡൈലും. മെർക്കുറിയുടെ സിന്നബർ. തോറിയം മോണോസൈറ്റ്. ലെഡ് ഗലീന. ചെമ്പ് മാലോക്കൈറ്റ് കുപ്രൈറ്റ്. ടിന്ന് കാസിറ്റൈറ്റ്. ലിഥിയം പെറ്റലൈറ്റ്. ഇരുമ്പ് ഹെമറ്റൈറ്റ്. അയൺ പൈറ്റൈറ്റിസ്. ഏത് മൂലകത്തിന്റെ പ്രതീകമാണ് K എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നത്? A കാൽസ്യം, B കാഡ്മിയം, C പൊട്ടാസ്യം, D സോഡിയം. ആൻസർ ഓപ്ഷൻ C പൊട്ടാസ്യം. K കാൽസ്യം എന്ന മൂലകത്തിന്റെ പൊട്ടാസ്യം എന്ന മൂലകത്തിന്റെ പ്രതീകമാണ്. മൂലകങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ച പട്ടികയാണ് ആവർത്തന പട്ടിക. മൂലകങ്ങളെ ശാസ്ത്രീയമായി വർഗീകരിച്ച പട്ടികയാണ് ആവർത്തന പട്ടിക. മൂലകങ്ങളുടെ വർഗീകരണത്തിന് തുടക്കം കുറിച്ചത് ലവോസിയ. മൂലകങ്ങളെ ലോഹങ്ങൾ അലോഹങ്ങൾ എന്ന് വേർതിരിച്ചതും ലവോസിയയാണ്. ആധുനിക ആവർത്തന പട്ടിക തയ്യാറാക്കിയത് ഹെൻറി മോസ്ലി. സിങ്കിന്റെ പ്രതീകം Zn. ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ പ്രതീകം HCl. കാൽസ്യം Ca, ക്ലോറിൻ Cl, ക്രോമിയം Cr, സോഡിയം Na, കോപ്പർ Na, അയൺ Fe, കാഡ്മിയം Cd. രാസപ്രവർത്തനത്തിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്ക ശുദ്ധ പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. രാസപ്രവർത്തനങ്ങളിലൂടെ വിഘടിപ്പിച്ച് ഘടകങ്ങളാക്കാൻ സാധിക്കുന്ന ശുദ്ധ പദാർത്ഥങ്ങളാണ് സംയുക്തങ്ങൾ. ഒരു മൂലകത്തിന്റെ എല്ലാ ഗുണങ്ങളും കാണിക്കുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. അപ്പൊ ഇത്രയാണ് 8/2/2025 10th പ്രിലിംസിൽ നടന്ന GK പോർഷൻസ്. ഇനിയുള്ളത് മാത്സ് ആണ്. ഇപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. മാത്സ് ആണ് അടുത്തത്. അപ്പോൾ ബാക്കിയായിട്ട് കാണാവേ.